ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡേറ്റ്സ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഇവിടെ സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമറും നിങ്ങളോട് കംപ്ലൈൻറ്റ് പറയില്ല. ഇപ്പോൾ ഇതേപോലെയോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ടെക്സ്ചറിൻ്റെയും രണ്ടിൻ്റെയും അളവ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ 15 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് 3/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അഗറാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതും ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് ഡേറ്റ്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് പാല് ചേർക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് അതൊന്ന് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം ക്രീം പോലെ അത് അരച്ചെടുക്കണം. ഇപ്പോൾ അത് മൊത്തം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചിട്ട് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അഗറും മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. പാല് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. 1/2 ലിറ്റർ പാലിലേക്ക് 1 പാക്കറ്റ് അഗറാണ് എടുത്തിരിക്കുന്നത്. അതിൽ 8 ഗ്രാം ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്സ്ചർ ആയിരിക്കും. പുറത്തേക്ക് നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ 8 ഗ്രാം നമ്മൾ ഉപയോഗിക്കണം. ഇനി അതെല്ലാം ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ വേണമെങ്കിൽ 5 മുതൽ 6 ഗ്രാം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പാലിൽ മിക്സ് ആവുന്ന വരെ നമ്മൾ ഇളക്കിയെടുക്കണം. അത് മിക്സായി വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അത് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. നമ്മളിതെല്ലാം ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. ഇതിപ്പോൾ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അഗറും കൂടിയും ചേർക്കാം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലിനും അഗറിനും ഒരേ ചൂടായിരിക്കണം. ഒന്ന് ചൂട് കൂടുതലും മറ്റേത് ചൂട് കുറവുമാണെങ്കിൽ ഇത് പിരിയാനുള്ള സാധ്യതയുണ്ട്. അഗർ ഒഴിച്ചതിന് ശേഷം 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കണം. കാരണം ഡേറ്റ്സിൻ്റെയും അഗറിൻ്റെയും ഒക്കെ ബാക്കിയുള്ള പീസ് ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബബിൾസ് വരും. അത് മുഴുവൻ നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിക്കളയണം. ഇനി നമുക്ക് ഈ ട്രേ ഒരു 15 മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. അപ്പോഴേക്കും ഒന്നത് സെറ്റായി കിട്ടും. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഡേറ്റ്സും നട്ട്സും വെച്ചിട്ട് പുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് സെറ്റായതിന് ശേഷമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊന്ന് വീഡിയോയിൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഡെക്കറേറ്റ് ചെയ്യുള്ളത് അതിൻ്റെ മേലെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അത് കുറച്ച് അകത്തേക്കായിട്ട് കിട്ടും. ഇനി ഈ ട്രേ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് മുറിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിതിൽ 3/4 കപ്പ് ഷുഗറും 1/4 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഷുഗർ മാത്രം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഈ പുഡിങ് ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. കറക്റ്റായിട്ട് നല്ല ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഈ പുഡിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.